ഒരു തലവേദന ബ്രെയിൻ ട്യൂമർ ആവാം എന്നുള്ളതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? തലവേദന എല്ലാ മനുഷ്യർക്കും സാധാരണ കോമൺ ആയിട്ട് കാണുന്ന ഒരു സാധനമാണ് ഈ തലവേദന. പക്ഷെങ്കിൽ ഇതിനകത്തെ ചെറിയൊരു ശതമാനം തലവേദനകൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതൊരു ബ്രെയിൻ ട്യൂമർ കാരണമുള്ള ഇതാകാം, അല്ലെങ്കിൽ ചിലപ്പോൾ മെനിഞ്ചൈറ്റിസ് കാരണം, അങ്ങനെയുള്ള 2-3 അതൊക്കെ നമ്മൾ ശരിക്കും ഭയക്കേണ്ടതായിട്ടുള്ള അസുഖങ്ങളാണ്. ഇത് നമ്മൾ മൈഗ്രെയിൻ ആണെന്നോ ചെന്നിക്കുത്താണെന്നോ എന്ന് പറഞ്ഞ് മാറ്റിവെക്കാൻ നമുക്ക് പറ്റാത്തതായിട്ടുള്ള 1-2 കാര്യമുണ്ട്. തലവേദന അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമർ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം തലവേദന വരുന്നതിന് കുറേ കാരണങ്ങളുണ്ട്. ബേസിക്കലി അതിനകത്ത് ഒരു റീസൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയിലെ സമ്മർദ്ദം, നമ്മൾ ഈ രക്തസമ്മർദ്ദം എന്നൊക്കെ പറയുന്നുള്ളൂ, ബ്ലഡ് പ്രഷർ പോലെ തന്നെ ബ്രെയിനും ഒരു നോർമൽ ഒരു പ്രഷറുണ്ട്. നമ്മൾ ബ്ലഡ് പ്രഷറിനേക്കാളും കുറഞ്ഞിരിക്കുന്ന ഒരു പ്രഷറുണ്ട്. അതായത് ഇത് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ട്യൂമറോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ചെറിയൊരു ബ്ലീഡിങ്ങോ ഇതെന്തെങ്കിലും അത് ഉണ്ടാകുമ്പോൾ തലയിലുള്ള ഈ ബ്രെയിനിൻ്റെ സമ്മർദ്ദം കൂടുകയും, ബ്രെയിനിൻ്റെ സമ്മർദ്ദം കൂടുമ്പോഴത്തേക്കും ബ്രെയിനിന് ചുറ്റും ഉണ്ടാകുന്ന ഈ ആവരണത്തിലും ചെറിയ ഈ വലിവ് പോലെ വന്നിട്ടാണ് പലപ്പോഴും ഈ തലവേദന പോലെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള തലവേദന സാധാരണ അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന അസോസിയേറ്റഡ് വിത്ത് നല്ല വോമിറ്റിംഗ് ആയിരിക്കും, ഛർദ്ദിക്കും. തലവേദന അതിൻ്റെ കൂടെ ഛർദ്ദിൽ കാണും. ചിലപ്പോൾ ആൾക്ക് മയക്കം പോലെ വരും, വിളിച്ചാലും പ്രതികരിക്കാത്ത രീതിയിൽ നല്ല മയക്കം പോലെ വരും. ഇങ്ങനെയുള്ള തലവേദനകളാണ് നമ്മൾ ശരിക്കും ബോധം പോകുന്നതാണോ അതോ ഉറങ്ങിപ്പോകുന്നതാണോ? ബോധം വേണമെങ്കിൽ നഷ്ടപ്പെടാം. ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ ബ്രെയിൻ ട്യൂമറിൻ്റെ ഹെഡേക്ക്, ഒരു ക്ലാസിക്കൽ ടീച്ചിങ് എന്ന് പറഞ്ഞാൽ ഏർലി മോർണിംഗ് ഹെഡേക്ക് റിലീവ്ഡ് ബൈ വോമിറ്റിംഗ്. വെളുപ്പിനെ ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട്, ഡോക്ടർ ദീപ് പറഞ്ഞ പോലെ എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കോമൺ സിംറ്റമാണ് ഹെഡേക്ക്. എപ്പിസോഡിക് ഹെഡേക്കാണ് എല്ലാവർക്കും വരുന്നത്. ഇടയ്ക്ക് വരും, മാസത്തിലൊരെണ്ണം വരും, ആഴ്ചയിലൊരെണ്ണം വരുന്നുണ്ട്, ചിലർക്ക് പീരീഡ്സ് വരുമ്പോൾ വരും, അല്ലെ യാത്ര ചെയ്യുമ്പോൾ വരും, ഭക്ഷണം കഴിച്ചില്ലേ വരും. എപ്പിസോഡിക് ഹെഡേക്കാണ്. നിങ്ങൾക്ക് കോൺസ്റ്റൻറ്റ് ഹെഡേക്ക് വരികയാണ്, മാറുന്നില്ല, ഇത് കൺസേൺ ആണ്. ഞാൻ പറഞ്ഞ പോലെ ഏർലി മോർണിംഗ് ഹെഡേക്ക് വന്നു, ഛർദ്ദിച്ചാൽ മാറി, പിറ്റേ ദിവസം ഏർലി മോർണിംഗ് കിടന്നുറങ്ങുന്നതിൻ്റെ ഇടയിൽ തലവേദന കാരണം എണീക്കുന്നു, ഛർദ്ദിക്കുന്നു, മാറി, കിടന്നുറങ്ങി, പിന്നെയും പിറ്റേ ദിവസം ഉറങ്ങുന്നു, ആ ഒരു ഉറക്കത്തിൽ എണീക്കുന്നു, തലവേദന കാരണം എണീക്കുന്നു, ഛർദ്ദിക്കുന്നു, മാറുന്നു. ഇതൊരു പാറ്റേൺ ആണ്. അത് ഈ തലയിലെ പ്രഷർ കൂടുമ്പോൾ വരുന്ന ഏർലി മോർണിംഗ് ഹെഡേക്ക്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഹെഡേക്ക് അസോസിയേറ്റഡ് വിത്ത് സീഷേഴ്സ്. ഒരു തലവേദനയുടെ കൂട്ടത്തിൽ ജന്നി വരിക, അപസ്മാരം വരിക, പിന്നെ തലവേദനയുടെ കൂടെ ഒരു വശത്തിന് ബലക്കുറവുണ്ടാവുക, തലവേദനയുടെ കൂടെ കേൾവിക്കുറവുണ്ടാവുക, തലവേദനയുടെ കൂടെ കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാവുക, മുഖത്തിന് കോടലുണ്ടാവുക. ഇതുപോലുള്ള അസോസിയേറ്റഡ് സിംറ്റംസ് ഉള്ള തലവേദന. പിന്നെ അടുത്തുള്ളതെന്ന് പറഞ്ഞാൽ പാറ്റേൺ ചേഞ്ച്. ഒരാൾക്ക് മാസത്തിൽ 2 തലവേദന വെച്ച് വർഷങ്ങളായിട്ട് വരുന്ന, സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വരുന്ന ഒരു തലവേദനയുണ്ട്, 10-30 വർഷമായിട്ട്. മൈഗ്രെയിൻ ഓർപ്പിക്കാം നമുക്ക്. ഇടയ്ക്കിടയ്ക്ക് വരും, മാസത്തിലൊരെണ്ണോ അല്ലെ 2 മാസം കൂടുമ്പോൾ ഒരെണ്ണോ വരുന്നു. ഇവരുടെ ഒരു പാറ്റേൺ ചേഞ്ച്, ഇവർക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി പെട്ടെന്ന് കൂടുക, ആഴ്ചയിലൊരെണ്ണമായി, ദിവസമായി, ഇങ്ങനെ വരുന്നുണ്ടെങ്കിലും അത് കൺസേൺ ആണ്. നമ്മളത് ഇവാലുവേറ്റ് ചെയ്യണം. കുറെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ആ പാറ്റേൺ ബ്രേക്ക് ആയി കുറച്ചും കൂടെ ഫ്രീക്വന്റ് ആയിട്ടൊക്കെ വരാൻ തുടങ്ങുമ്പോൾ അപ്പോഴും ശ്രദ്ധിക്കണം. ഈ ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് അതിന്റെ ട്രീറ്റ്മെന്റ് സർജറി മാത്രമാണോ? അല്ല, അങ്ങനെ പറയാനൊക്കില്ല. ബ്രെയിൻ ട്യൂമറിനെ പറ്റി പറയാം. ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാസ്റ്റ് ഏരിയ, വലിയ സ്പെക്ട്രമാണ്. ഒറ്റ ഒരു കാറ്റഗറി ആയിട്ട് പറയാനൊക്കില്ല. ബ്രെയിനിൽ വരുന്ന ഏത് മുഴകളെയും നമ്മൾ കളക്റ്റീവായിട്ട് പറയുന്ന ഒരു ടൈമാണ് ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനകത്ത് മാലിഗ്ന, അതായത് ക്യാൻസർ പോലത്തെ ഉള്ള കുറച്ച് ഉണ്ട്, ക്യാൻസർ അല്ലാത്തതാണ് മെജോറിറ്റിയും. അങ്ങനെയുള്ള കുറേ ടൈപ്പ് ട്യൂമറുകളുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ട്യൂമറിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരേപോലെയല്ല. ഇപ്പം പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സ് എന്ന് പറഞ്ഞ് ബ്രെയിനിൽ മാത്രമായി ഉണ്ടാകുന്നതിൻ്റെയാണ് ആദ്യം പറയേണ്ടത്. കാരണം ബ്രെയിനിൽ സെക്കൻഡറി വരാനായത്, അത് ശരീരത്തിന് വേറെ ഏതെങ്കിലും ഭാഗത്തുള്ള ക്യാൻസർ സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഓർഗൻ കൂടിയാണ് ബ്രെയിൻ. ലെങ്ങിൽ വരാം, ബ്രസ്റ്റിൽ വരുന്ന, ഇതൊക്കെ വേണമെങ്കിൽ സ്പ്രെഡ് ചെയ്യാവുന്ന. ഇപ്പോൾ പ്രൈമറി ബ്രെയിൻ ട്യൂമേഴ്സിൽ നല്ലൊരു ശതമാനം ബിനൈൻ ട്യൂമേഴ്സാണ്. ബിനൈൻ ട്യൂമർ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസറസ് അല്ല, പക്ഷേ അത് വളരുന്നത് കൊണ്ടുള്ള പ്രശ്നമുള്ള ആ ബിനൈൻ ട്യൂമേഴ്സിൻ്റെ മെജോറിറ്റിക്കും ഇത് സർജറി തന്നെയാണ് ഓപ്ഷനുള്ളത്. പിന്നെ ചില ട്യൂമേഴ്സ് ഉണ്ട് ഓൾഡ് ഏജിലൊക്കെ വരുന്നത്. നമുക്ക് ഓൾഡ് ഏജിൽ കാൽസിഫൈഡ് മെനിഞ്ചോമ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് വെറുതെ ജസ്റ്റ് ഒബ്സർവേഷൻ മാത്രം മതി, ഇത് വളരാനുള്ള സാധ്യതയില്ല, ഒബ്സർവ് ചെയ്താൽ മതി. ചില ട്യൂമേഴ്സിന് റേഡിയേഷൻ വേണ്ടതുണ്ട്, കീമോ വേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ പത്തോളജി റിസൾട്ട് കണ്ടാലേ നമുക്ക് ഏതാണ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയാൻ നോക്കും. പക്ഷേ ഏകദേശം ഈ ബിനൈൻ ട്യൂമേഴ്സിന് മെജോറിറ്റിക്കും ഓപ്പറേഷനാണ് ട്രീറ്റ്മെൻറ്റ്. ട്യൂമറുകൾ അല്ലെങ്കിൽ ബ്രെയിനിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിനൊരു ഓപ്പറേഷൻ പറയുമ്പോൾ നമ്മൾ ആളുകൾ മടിക്കുന്നതിനൊരു കാരണം എന്താ വെച്ചാൽ ഈ ആൾ ഓപ്പറേഷന് ശേഷം ഇയാൾ സെയിം ആളായിരിക്കില്ല, ഹീൽ നോട്ട് ബി ദ സെയിം പേഴ്സൺ എന്നൊരു കൺസേൺ ഉണ്ട്. അതായത് ഒരു സർജറി, ബ്രെയിനിൻ്റെ സർജറി, എന്തെങ്കിലും ഒരു സർജറി കഴിഞ്ഞാൽ ആളുടെ
ആളുകളുടെ സ്വഭാവത്തിന് മാറ്റങ്ങൾ വരുമോ? സർജറി കൊണ്ടല്ല മാറ്റങ്ങൾ സംഭവിക്കാവുന്നത്, സർജറി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് കൊണ്ട് വരാം. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പോൾ സർജറി ഇവോൾവ് ചെയ്തതുകൊണ്ട് കോംപ്ലിക്കേഷൻ കുറഞ്ഞ് വരുന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന് മുമ്പ് കോംപ്ലിക്കേഷൻസ്, പണ്ട് കാലത്തും കോംപ്ലിക്കേഷൻ ഉണ്ട്, ഇപ്പോഴും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നില്ലെന്നല്ല, കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്നുണ്ട്. സർജറി റിലേറ്റഡ് കോംപ്ലിക്കേഷൻസ് എന്തെങ്കിലും വരുവാണെങ്കിലാണ് ഈ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റി ചേഞ്ചസ് ഒക്കെ വരുന്നത്. അപ്പം അതല്ലാതെ പേഴ്സണാലിറ്റി ചേഞ്ചസ് വരെ, ഇപ്പോൾ ഒരു ഫ്രോണ്ടൽ ലോബിൽ ഇരിക്കുന്ന ഒരു ട്യൂമർ, അപ്പം ആ ട്യൂമർ കൊണ്ട് തന്നെ ഓൾറെഡി പേഴ്സണാലിറ്റി ചേഞ്ച് പേഷ്യൻറ്റിന് വന്നു കാണും. പലപ്പോഴും ഈ പേഴ്സണാലിറ്റി ചേഞ്ച് വന്നപ്പോഴായിരിക്കും ഇവാലുവേറ്റ് ചെയ്തപ്പോൾ ട്യൂമർ ഉണ്ടെന്ന് കണ്ടത്. അപ്പോൾ അതിനുശേഷം അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചേഞ്ച് മാറണമെന്നില്ല ചിലപ്പം വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ആൾക്കാർ അങ്ങനെ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ മോഡേൺ ഫെസിലിറ്റീസൊക്കെ വെച്ച് ഇപ്പോൾ ഉള്ള മാസ് മെജോറിറ്റി ഓഫ് ബ്രെയിൻ ട്യൂമർ സർജറി സേഫാണ്. പേഷ്യൻ്റ് അങ്ങനെ പേഴ്സണാലിറ്റി ചേഞ്ചസോ അല്ലെങ്കിൽ ഒരു ഡെൻസായിട്ടുള്ള ഡെഫിസിറ്റ്, അതായത് ഒരു വശം തളർച്ച, അങ്ങനെയൊക്കെ വരാനുള്ള സാധ്യത തുലോം കുറവാണ്. നമ്മളിപ്പം യൂട്രസ് വരെ ഒരു കീ ഹോളിലൂടെ പുറത്തെടുക്കുന്ന അത്രയും അഡ്വാൻസ്ഡ് ആണല്ലോ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ബ്രെയിൻ സർജറീസ് ഇപ്പോഴും ഓപ്പൺ സർജറീസ് ആയിട്ട് തന്നെയാണോ ചെയ്യുന്നത്, അതോ ഈസ് ദർ എൻ അഡ്വാൻസ്മെന്റ് ഇൻ ദാറ്റ് ടു ആണോ? ഈ ബ്രെയിനിൻ്റെ താക്കോൽദ്വാര ശസ്ത്രക്രിയ എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ സാധാരണ രീതിയിൽ ഈ ബ്രെയിനിന് നമ്മളിപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ട്യൂമറിൻ്റെ തന്നെ കാര്യം പറഞ്ഞു, നമ്മളത് എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ എവിടെയാണ് ട്യൂമർ എന്നുള്ളത് നമ്മൾ ആദ്യമേ അത് കറക്റ്റായിട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഇപ്പം നമുക്ക് ഈ ന്യൂറോ നാവിഗേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആദ്യമേ തന്നെ ഈ രോഗിയുടെ ഈ ട്യൂമറും ബ്രെയിൻ്റെയും എല്ലാം നമ്മളൊരു CT ആയിട്ടോ MRI ആയിട്ടോ നമ്മളത് എടുത്തിട്ട് അതൊരു ന്യൂറോ നാവിഗേഷൻ എന്ന് പറഞ്ഞ ഒരു സോഫ്റ്റ്വെയറായിട്ട് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യും. അത് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കപ്പം വെളിയിൽ നിന്ന് തന്നെ ഒരു രോഗിയെ തുറക്കുന്നതിന് തലയൊട്ടി തുറക്കുന്നതിന് മുൻപ് തന്നെ നമുക്കത് എക്സാക്റ്റായിട്ട് നമുക്ക് പിൻ പോയിൻ്റ് ചെയ്യാം. ഈ സ്ഥലത്ത് ഇത്ര മില്ലിമീറ്റർ വിട്ടിൽ അല്ല ഇത്ര സെൻറ്റിമീറ്റർ താഴെ ഇത്ര ഇതിലായിട്ട് കറക്റ്റായിട്ട് ആ ട്യൂമർ ഉണ്ട് അത്രയും പ്രിസൈസ് ആയിരിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്യൂമറിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവിടെ മാത്രമായിട്ട്, അതായത് വേറെ ബ്രെയിനിൻ്റെ ഒരു ഭാഗം നമ്മൾ ആക്ച്വലി എക്സ്പോസ് ചെയ്യാതെ അവിടെ മാത്രമായിട്ട് തുറന്നിട്ട് ആ ട്യൂമർ നമുക്കത് നീക്കം ചെയ്യും. അതൊന്ന്. രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലപ്പോഴും മൂക്കിലൂടെ പോലുള്ള, അതായത് ട്രാൻസ് നെയ്സൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതായത് മൂക്കിലൂടെ നമുക്ക് പണ്ട് ആൾക്കാരൊക്കെ തല തുറന്ന് ചെയ്തിരുന്നത് ഒത്തിരി സർജറീസ് നമ്മൾ ഈ എൻഡോസ്കോപ്പ് എന്ന് പറഞ്ഞ ഉപകരണത്തിൻ്റെ സഹായത്തോടുകൂടി മൂക്കിലൂടെ ബ്രെയിനിലോട്ട് അപ്രോച്ച് ചെയ്യാനും പിറ്റ്യൂട്ടറി പോലുള്ള ട്യൂമേഴ്സും എല്ലാം മൂക്കിലൂടെ അപ്രോച്ച് ചെയ്യാനും അതിലൂടെ നീക്കം ചെയ്യാനും സാധിക്കും. അതൊക്കെ ഇപ്പോൾ ഇവോൾവ് ചെയ്തു വരുന്ന സർജിക്കൽ മൊഡാലിറ്റീസ് ആണ്. അതിൻ്റെ റിസൾട്ട്സ് സാധാരണ നമ്മൾ തുറന്ന് ചെയ്യുന്ന റിസൾട്ട്സിനേക്കാളും ബെറ്ററോ സെയിമോ അല്ലെങ്കിൽ ബെറ്റർ റിസൾട്ട്സുമാണ്. കാരണം വേറെ അങ്ങനെ വലിയ മുറിവുകളോ പാടുകളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പേഷ്യൻസിന് പഴയ അവരുടെ ജീവിത ദിനചര്യയിലോട്ടെല്ലാം തിരിച്ചു പോകാൻ വേണ്ടി വേഗം തന്നെ സാധിക്കും. ബാക്ക് ടു നോർമൽ ആവാൻ പെട്ടെന്ന് സാധിക്കും. ഓക്കെ. അപ്പോൾ ഓപ്പൺ സർജറീസ് മാത്രമല്ല, ഇതുപോലെ കട്ട് ഓപ്പൺ ചെയ്യാണ്ടുള്ള സർജറീസ് നടക്കുന്നുണ്ട് ബ്രെയിനിന്റെ കേസിൽ. ഉണ്ട്, തീർച്ചയായിട്ടും ചെയ്യാം. അത് പക്ഷേ എവിടെയാണ് അത്, അല്ലെങ്കിൽ എന്താണ് പ്രൈമറി പാത്തോളജി? ഇപ്പോൾ ചിലപ്പോൾ പ്രായമുള്ളവർക്ക് വരുന്ന ഒരു ബ്ലീഡിംഗ് ഉണ്ട്, നമ്മൾ ക്രോണിക് സബ്ഡ്യൂറൽ എന്നാണ് പറയുന്നത്. അതിനെല്ലാം ചെറിയൊരു, അതായത് ഒരു രൂപ തൊട്ടിൻ്റെ നാണയത്തിലുള്ള ഒരു ചെറിയൊരു ഹോള് മാത്രം ഇട്ടാൽ മതി, പക്ഷെ നമുക്കത് എടുത്തു കളയാൻ പറ്റും. പലപ്പോഴും ഒരു വശം തളർന്നായിട്ട് വരുന്നവർക്ക് ആ പ്രൊസീജിയർ കഴിഞ്ഞിട്ട് അരമണിക്കൂറിനുള്ളിൽ വരെ പലപ്പോഴും നല്ല രീതിയിൽ റിക്കവർ ചെയ്യും. ക്രോണിക് സബ്ഡ്യൂറൽ പോലുള്ള ബ്ലീഡിംഗ് ആണ്. ഈ പ്രായമായവർക്ക്. സംസാരിക്കാത്തവരാണെങ്കിൽ അതിനുശേഷം ഉടനെ തന്നെ സംസാരിച്ചു എല്ലാം തുടങ്ങുന്നതാണ്. അത് എല്ലാവർക്കും വേണമെന്നില്ല, ഒരു സമയദൈർഘ്യം ഉണ്ടായിരിക്കും. പക്ഷെ അത്ര പെട്ടെന്ന് റിക്കവറി വരുന്ന കണ്ടീഷൻസും ഇതിൻ്റെ കൂടെയുണ്ട്. അത് പലതും നമുക്ക് ഇതുപോലുള്ള ചെറിയ ദ്വാരത്തിൽ ഇട്ട് തന്നെ നമുക്കത് പരിഹരിക്കാൻ സാധിക്കുന്നതുമാണത്. ഓക്കെ. ഇപ്പോൾ ബ്രെയിൻ സർജറീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ലോങ് സർജറീസ് ആയിട്ടാണല്ലോ നമ്മൾ പറയുക, കുറച്ച് സമയം അധികം എടുക്കുന്നത്. ഏറ്റവും കൂടുതൽ സമയം എടുത്തിട്ടുള്ള ബ്രെയിൻ സർജറി അങ്ങനെ എന്തെങ്കിലും ഒരു റെക്കോർഡ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സ്വന്തം റെക്കോർഡാണെങ്കിൽ നമ്മൾ 8-12 hours സർജറീസ് ചെയ്യാറുണ്ട്. ഇപ്പം അങ്ങനെ ചോദിച്ചതിന് പണ്ട് ഒരു ബ്രെയിൻ കൺജോയിൻറ്റ് ട്വിൻസ് ഉണ്ടായിരുന്നു. ബ്രെയിനിൽ വെച്ച് ഒട്ടിയിരിക്കുന്ന ടൈപ്പ് സയമീസ് ട്വിൻസ് ഉണ്ട്. അത് പണ്ട് അവർ ചിലപ്പോൾ റോങ് ആയിരിക്കും, ഇറാനിയൻ ആയിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അവരെ വേർപെടുത്താനായിട്ട് സിംഗപ്പൂരിലെ ഒരു ഹോസ്പിറ്റലിൽ സർജറി നടത്തും. അത് ദിവസങ്ങളോളം നീണ്ടിരുന്നു. മരിച്ചുപോയി കുട്ടികൾ, അവർക്ക് ശരിക്കും സക്സസ്ഫുള്ളി വേർപെടുത്താൻ ഒത്തില്ല. അപ്പം അങ്ങനെ ദിവസങ്ങളോളം നീണ്ടിരിക്കുന്ന സർജറീസ് ചെയ്യേണ്ടി വരാറുണ്ട്. അല്ലേ? ഓക്കെ. ഇപ്പം ഹെഡ് ഇഞ്ചുറീസ് എന്ന് പറയുമല്ലോ, അതാണ് നമ്മളിപ്പം ഇപ്പം ആക്സിഡൻസ് ഉൾപ്പെടെ വരുമ്പോൾ ഏറ്റവും റിസ്ക് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ഡേഞ്ചർ ഉള്ള പ്രശ്നങ്ങൾ എന്ന്
എന്ന് നമ്മൾ പറയുന്നത്. ഈ ഹെഡ് ഇഞ്ചുറീസുമായിട്ട് വരുന്ന പേഷ്യൻസിനേക്കാൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കൊണ്ടുവരുന്ന ആളുകളാന്ന് പറയുമല്ലോ. അതിൽ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള നമ്മൾ കൊണ്ടുവരുന്ന ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണ്? ഹെഡ് ഇഞ്ചുറീസുമായിട്ട് വരുന്ന പേഷ്യൻസിനെ കൊണ്ടുവരുന്ന ആൾ ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് സംഭവിക്കുന്ന മിസ്റ്റേക്കുകൾ. ഹെഡ് ഇഞ്ചുറി, സ്പൈൻ ഇഞ്ചുറി, പോളിട്രോമ, ഈ കാര്യത്തിലാണ് കൊണ്ടുവരുന്ന ആൾക്കാർക്ക് വേണ്ട ഒരു പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാത്തത് കൊണ്ട് പറ്റുന്ന സെക്കൻഡറി ഇഞ്ചുറീസ് എന്ന് പറയും. പ്രൈമറി ഇഞ്ചുറി ഇവരെ അപകടത്തിൽ സമയത്ത് സംഭവിക്കുന്നതാണ്. പിന്നെ ഈ ട്രാൻസ്പോർട്ടേഷനിൽ ഉണ്ടാകുന്ന അഡീഷണൽ ഇഞ്ചുറീസാണ് ഈ സെക്കൻഡറി ഇഞ്ചുറീസ്. ഇത് കാരണം വളരെ വലിയൊരു ശതമാനം ആൾക്കാർ പൂർണ്ണമായിട്ട് തളർന്നു വരെ പോയിട്ടുണ്ട്. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഇപ്പോൾ ഒരാൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ അയാളെ ചുരുട്ടി കൂട്ടിയെടുത്ത് അടുത്തൊരു വണ്ടിയിലോട്ട് കയറ്റുക എന്നുള്ളതാണ് പ്രൈമറി. എങ്ങനെങ്കിലും അടുത്തൊരു സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ ആദ്യം സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ള ഒരു ഓൺ സൈറ്റ് സ്റ്റെബിലൈസേഷൻ അങ്ങനെ ആരും ട്രൈ ചെയ്യാറില്ല. ഇപ്പോൾ പലപ്പോഴും കഴുത്തിലൊരു പരിക്കായിരിക്കും ഉള്ളത് ഇവർക്ക്. ഹെഡ് ഇഞ്ചുറി കാണണമെന്നില്ല, കഴുത്തിലൊരു പരിക്കായിരിക്കും. നമ്മളിങ്ങനെ കയ്യിൽ പിടിച്ച് ആളെ പൊക്കിയെടുക്കുമ്പോഴത്തേക്കും കഴുത്തിലൊരു നട്ടല് തെന്നി മാറി കിടക്കുന്നതായിരിക്കും. അത് പൂർണ്ണമായിട്ട് താഴോട്ട് തളർന്നു പോകാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഈ രോഗികളെ കൊണ്ടുവരുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു സ്പൈൻ ബോർഡോ എന്തെങ്കിലും സ്റ്റെബിലൈസ് ചെയ്ത് കൊണ്ടുവരിക. ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് ഏറ്റവും പെട്ടെന്ന് കൊണ്ടുപോകലായിരിക്കത്തില്ല ഏറ്റവും വൈസായിട്ടുള്ള ഡിസിഷൻ. ഈ രോഗിയെ അവിടെ തന്നെ നോക്കിയിട്ട് നല്ലൊരു പ്രോപ്പർ ആംബുലൻസ് കെയർ വരുന്നത് വരെ വെയിറ്റ് ചെയ്ത് കൊണ്ടുപോകലായിരിക്കും എപ്പോഴും നല്ലത് എന്ന് തോന്നുന്നു. ഇപ്പം ഒരു രോഗി അവിടെ കിടന്ന് ബ്ലീഡ് ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലാതെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള പേഷ്യൻറ്റ്, അതർവൈസ് സംസാരിക്കുന്ന ഒരു പേഷ്യൻറ്റ്, കുറച്ച് ഇഞ്ചുറി ഉണ്ട്, അയാളെ ഉടനെ തന്നെ അങ്ങനെ കൊണ്ടുപോകുന്നതിനേക്കാൾ നല്ലതായിരിക്കും. ഈ ഹെഡ് ഇഞ്ചുറീസുമായിട്ട് വരുന്ന പേഷ്യൻസിന് ഇപ്പം ചില സമയത്ത് അത് ഒട്ടും ഇപ്പം ബ്രെയിൻ ട്യൂമർ പോലെ അല്ലല്ലോ, നമ്മൾ പെട്ടെന്ന് വരുന്ന പ്രശ്നമാണല്ലോ. ഈ ഇവരുടെ കൂടെ വരുന്ന ഇവരുടെ ബൈസ്റ്റാൻഡേഴ്സിനെ കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി അല്ലല്ലോ. ചിലപ്പോൾ മേ ബി പെട്ടെന്ന് ഒരു ഓപ്പറേഷൻ വേണ്ടി വരാം, അല്ലെങ്കിൽ പെട്ടെന്ന് അയാളെ നമ്മൾ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നു. ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, ഹെഡ് ഇഞ്ചുറി ആയിട്ട് വരുന്ന പേഷ്യൻസിൻ്റെ കൂടെയുള്ള ആളുകളെ കൺവിൻസ് ചെയ്യൽ. അപ്പം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് അല്ലെങ്കിൽ ചലഞ്ചിങ് ഫാക്ടർ എന്താണ് ആസ് ഡോക്ടേഴ്സ് നിങ്ങൾ ഫേസ് ചെയ്യുന്നത്? ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ബൈസ്റ്റാൻഡേഴ്സ് ഇല്ലായിരിക്കും എന്നുള്ളതാണ്. ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിലാണ് അവരെ കൺവിൻസ് ചെയ്യേണ്ടി വരുന്നത്. ഇത് പലപ്പോഴും അടുത്തുള്ള ആൾക്കാർ കാണുന്നവർ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അവരുടെ ആദ്യത്തേതെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു കേസിലൊന്നും പെടരുതെന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് ഹോസ്പിറ്റലിൽ എത്തുമ്പോഴത്തേക്കും ആൾക്കാർ ഡിസപ്പിയർ ചെയ്യും. അപ്പം അങ്ങനെ പലപ്പോഴും ബൈസ്റ്റാൻഡേഴ്സ് കാണത്തില്ല. ബൈസ്റ്റാൻഡേഴ്സ് ഉള്ളപ്പോൾ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും വരാറില്ല ഹെഡ് ഇഞ്ചുറി പേഷ്യൻസിന്. ബൈസ്റ്റാൻഡർ ഇല്ലാത്തപ്പോൾ എല്ലാ ഹോസ്പിറ്റലിലും അതിൻ്റെ ഒരു സെറ്റ് പ്രോട്ടോകോൾസ് ഉണ്ട്. ബൈസ്റ്റാൻഡർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഒരു പേഷ്യൻറ്റിന് ഓപ്പറേഷൻ വേണ്ട ഒരു പേഷ്യൻറ്റിനെ എന്ത് ചെയ്യണം എന്നുള്ളതിന് പ്രോട്ടോകോൾസ് ഉണ്ട്. എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനും ഉണ്ട്, നമ്മളും ചെയ്യാറുണ്ട്. ഓപ്പറേറ്റ് ചെയ്യേണ്ട പേഷ്യൻറ്റിനെ ഓപ്പറേറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയെങ്കിലും അത് പോലീസിൽ അറിയിച്ചിട്ടോ അങ്ങനെ ആണെന്ന് വെച്ചാൽ ചെയ്യാറുണ്ട്. ബൈസ്റ്റാൻഡർ ഉണ്ടെങ്കിൽ കൺവിൻസ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാറില്ല. ഇല്ലാത്തപ്പോഴാണ് പ്രശ്നം അല്ലേ? ഇനി വളരെ ചിലപ്പോൾ സില്ലി ആയിട്ട് തോന്നും കേട്ടോ, പക്ഷെ എപ്പോഴും വരുന്നൊരു ഡൗട്ടാണ് ഈ നമ്മുടെ കണ്ണ് പിടയ്ക്കുന്ന പ്രശ്നമുണ്ടല്ലോ, അതും ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആണോ? എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്? വാട്ട് ഈസ് ദ സയൻസ് ബിഹൈൻഡ്? കണ്ണിന് പ്രവർത്തിപ്പിക്കുന്ന ഒരു മസിൽ തന്നെ മറ്റുള്ള ഭാഗത്തുള്ള മസിലിന് വരുന്ന ട്വിച്ചുകൾ പോലെ തന്നെയുള്ളൂ കണ്ണിൻ്റെ മസിലിൻ്റെ ട്വിച്ചുകൾ. അത് മസിലിലുള്ള നോർമൽ ഒരു ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ ഇത് ചെയ്താൽ മതി. അല്ലാതെ അബ്നോർമൽ ടിക്സ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഈ ഒരു മുഖത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കിടന്ന് ഇങ്ങനെ വെട്ടുന്നത് കാണുക, അല്ലെ ഹെമിഫേഷ്യൽ സ്പാസം എന്നൊക്കെ പറഞ്ഞുള്ള അത് ബ്രെയിനുമായിട്ട് റിലേറ്റഡ് ആണ്. അതല്ലാതെ നമ്മൾ ഈ കണ്ണ് തുടിക്കുക എന്ന് പറയുന്നത് കണ്ണിൻ്റെ മസിലിൽ വരുന്ന ട്വിച്ചസ് എന്നുള്ളതേ ഉള്ളൂ. അത് നോർമൽ പ്രക്രിയ തന്നെയാണ്. ഈ കുഞ്ഞുങ്ങളുണ്ടല്ലോ, ഇൻക്ലൂഡിങ് ന്യൂ ബോൺസ്, താഴെ വീഴുക, ഇവരുടെ തലയിടിച്ച് വീഴുന്ന ഒരു യൂഷ്വൽ പ്രോസസ്സാണല്ലോ. ഈ തലയിടിച്ച് വീഴുന്നത് പ്രശ്നമാണോ എന്നുള്ളത്, അതായത് ഈ തലയിടിച്ചേക്കുന്നതിൽ എന്തെങ്കിലും ഡേഞ്ചർ ഉണ്ടോ എന്ന് നമ്മൾ എങ്ങനെയാണ് അറിയുക? ഡോക്ടർ എന്ന നിലയിൽ സ്കള്ള് ഒരു ഏജ് കഴിഞ്ഞിട്ടേ സ്കള്ള് നോർമലി അതിനൊരു കട്ടി പ്രാപിക്കത്തുള്ളൂ. ഈ കുട്ടികളുടെ തലയൊട്ടി ഈ വീഴ്ചകൾ താങ്ങാനുള്ള രീതിയിലാണ് തൽക്കാലം ആ ഒരു പ്രായത്തിൽ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം കുട്ടികളിൽ താഴെ വീഴുമ്പോഴുള്ള ഇഞ്ചുറിയും മുതിർന്നവർ വീഴുമ്പോഴുള്ള, അതായത് പ്രായമുള്ളവർ ഉണ്ടാകുന്ന ഇഞ്ചുറിയും തമ്മിൽ വ്യത്യാസമാണ്. കുട്ടികൾ യൂഷ്വലി ഒരു അമ്മയുടെ കയ്യിൽ നിന്നോ അച്ഛൻ്റെ കയ്യിൽ നിന്നോ, ഇതിനകത്തൊക്കെ എക്സെപ്ഷൻസ് കാണും, കയ്യിൽ നിന്ന് താഴെ വീണ് അല്ലെങ്കിൽ കട്ടിൽ നിന്ന് താഴെ വീണ് കഴിഞ്ഞ് സിവിയർ ഹെഡ് ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ 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 കുറവാണ് ഇവർക്ക് വരാനുള്ള. അപ്പോൾ എവിടെയാണ് കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികൾ താഴെ വീണ് കഴിഞ്ഞാൽ അതിനുശേഷം ഈ കുട്ടികൾ
പൂർണ്ണമായും മയങ്ങി പോവുകയാണ്. കളിച്ചുകൊണ്ടിരുന്ന കുട്ടി പൂർണ്ണമായിട്ട് മയങ്ങി പോവുകയാണ്. അല്ലെങ്കിൽ ഇവർക്ക് ഫിറ്റ്സ് അപസ്മാരം പോലെ വരികയാണ്. ഛർദിൽ വരുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ വരണം. പക്ഷേ ഛർദിൽ വരിക എന്നുള്ളത് വലിയൊരു കൺസേൺ അല്ല. കുട്ടികൾ തലയടിച്ച് വീണ് കഴിഞ്ഞാൽ 1-2 തവണ ഛർദിക്കുന്ന സ്വാഭാവികമാണ്. പക്ഷേ ഇവർക്ക് വീണതിന് ശേഷം റെസ്പോൺസ് കുറയുക എന്നുള്ളൊരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ മാത്രമേ ഉള്ളൂ കൺസേൺ വരുന്നത്. അല്ലാതെ കുട്ടികൾ തലയടിച്ച് ഉയരത്തിൽ നിന്ന് വീഴുന്ന അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കട്ടിൽ നിന്ന് വീണ് അമ്മയുടെ കയ്യിൽ നിന്നോ പെട്ടെന്ന് കുതിറി താഴെ വീണ് ഇങ്ങനെ വീണ് കുട്ടികൾക്ക് തലയ്ക്ക് ഉള്ളിലോട്ട് പരിക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷെ അതേ ഒരു വീഴ്ച ഒരു പ്രായമുള്ള 80 വയസ്സിനുള്ള ആൾക്കാർക്ക് അതേ ഒരു വീഴ്ച വീണ് കഴിഞ്ഞാൽ പലപ്പോഴും മരണകാരണം വരെ ആകാം. കാരണം അവരുടെ സ്കള്ളിനകത്തുള്ള ബ്രെയിൻ ചുരുങ്ങിയത് കൊണ്ട് സ്കള്ളിനകത്തുള്ള സ്പേസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു വെലോസിറ്റിയിൽ അടിച്ചു കഴിഞ്ഞാൽ ബ്രെയിനുള്ള ഇഞ്ചുറി വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രായവരോട് വീഴാതെ നോക്കണം എന്ന് പറയുന്നത് അല്ലേ അവരുടെ. ഓക്കെ. ഇതേ പ്രശ്നം ഈ മദ്യപിക്കുന്ന ആളുകൾക്കുണ്ട്. കാരണം ഇവർ മദ്യപിച്ച് അവിടെ ഇവിടെയും പോയി വീഴുക, തലയിടിക്കുക, ഈ പ്രശ്നമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ സിൻസ് ദേ ആർ ഡ്രങ്ക് നമുക്ക് മനസ്സിലാവില്ല ഇവർ വൊമിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവർ വീണതിൻ്റെ ബുദ്ധിമുട്ടാണോ മദ്യപിച്ചേക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടാണോ, ഇതറിയാൻ എന്തെങ്കിലും അല്ലേ മദ്യപാനത്തെ പറ്റി പറയാം. ഈ ഒരു നമ്മളൊരു ഒറ്റ ഒരു സിംഗിൾ പ്രിവെൻറ്റബിൾ കോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്തോ അല്ലെ ഭരണകൂടത്തിൻ്റെ ഭാഗത്തോ നിന്ന് ഒറ്റ പ്രിവെൻറ്റബിൾ കോസ് ഫോർ ആക്സിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രങ്ക് ഡ്രൈവിംഗ് ആണ്. മദ്യപിച്ചുകൊണ്ട് നമ്മളെ കൊണ്ട് തടയാൻ വെക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിന് വേണ്ട 2 കാര്യങ്ങൾ. ഒന്ന് ജഡ്ജ്മെൻറ്റ്, അടുത്ത റിഫ്ലെക്സ്. ഇതിന് രണ്ടിനെയും ബാധിക്കും. ഈ ജഡ്ജ്മെൻറ്റില്ലാത്തതിനാണ് ഈ ഓവർ സ്പീഡ് വരുന്നത്. പതുക്കെ പോകേണ്ട സ്ഥലത്തൂടെ സ്പീഡ് കൂട്ടിപ്പോകുന്നു. റിഫ്ലെക്സസ്, പെട്ടെന്നൊരു വണ്ടി ആക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിച്ചാലും പെട്ടെന്നൊരു വണ്ടി എതിരെ വരുമ്പോഴത്തേക്കും ബ്രേക്ക് ചെയ്യുക. ഇത് രണ്ടും നഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഈ മദ്യപിച്ചിരിക്കുന്ന ആൾക്കാരിൽ ഈ അപകടം വരാനുള്ള സാധ്യത കൂടുതൽ. പിന്നെ മദ്യപിച്ച് കഴിഞ്ഞാലുള്ള വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ട്. മദ്യപിച്ച ഒരാൾ അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഹോസ്പിറ്റലിൽ എത്താനുള്ള സമയം വൈകും. എനിക്ക് അറിയാവുന്നൊരു കഥ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പരിചയത്തിലൊരാൾ, പുള്ളി ഒരു മദ്യപാനിയായിരുന്നു. പുള്ളി ഒരു അപകടത്തിൽപ്പെട്ടു. ആ സമയത്ത് പുള്ളി മദ്യപിച്ചിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഈ അപകടത്തിൽപ്പെട്ട് പുള്ളിയെ കണ്ട ഒരു ഗ്രൂപ്പിനകത്ത് പുള്ളി അറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. പുള്ളി വന്നിട്ട് പറഞ്ഞു, ഇത് സ്ഥിരമുള്ളതാ, പുള്ളി ഇച്ചിരി ബോധം കഴിയുമ്പോൾ എണീറ്റ് പൊക്കോളൂ എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞിട്ടും പുള്ളിക്ക് ബോധം വരാതിരുന്നപ്പോഴാണ് പിന്നെ ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴത്തേക്കും ഡിലേ ആയിപ്പോയി. അപ്പോൾ മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരെ നമുക്ക് പ്രോപ്പറായിട്ട് അസസ് ചെയ്യാനൊക്കത്തില്ല. നമ്മൾ ഇവരെ ഹെഡ് ഇഞ്ചുറിക്കാരെ അസസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ കോൺഷ്യസ് ലെവൽ വെച്ചിട്ടാണ്. ഈ മദ്യപിച്ചുകൊണ്ടാണോ ഇദ്ദേഹത്തിന് ബോധം കുറഞ്ഞിരിക്കുന്നത് അതോ ഈ ഹെഡ് ഇഞ്ചുറി കൊണ്ടാണോ എന്ന് പറയാൻ ബുദ്ധിമുട്ട് വരും. പിന്നെ അടുത്ത ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഈ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് റിജക്റ്റ് ആവും. ഈ പിന്നെ അടുത്തത് മോട്ടോർ വെഹിക്കിൾ ഇൻഷുറൻസിൻ്റെ ആ ഒരു പിന്നെ കോമ്പൻസേഷൻ റിജക്റ്റ് ആവും. അപ്പം ഫൈനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഈ ഒരു കാരണം കൊണ്ട് മദ്യപാനമാണ് ഒറ്റ ഒരു സിംഗിൾ കോസായിട്ട് ഈ മാറ്റി വെക്കാൻ പറ്റുന്നത്, നിർത്താൻ പറ്റുന്നത്. അപ്പം അത് നിർത്താന്ന് അല്ലേ. ഇതേ ഒരു പ്രോബ്ലം തന്നെ ഈ ഹെൽമെറ്റിനുണ്ട്. കാരണം എത്രയൊക്കെ പറഞ്ഞാലും ഹെൽമെറ്റ് വെക്കുന്നത് നമ്മൾ പിഴ അടയ്ക്കണമല്ലോ എന്ന് പേടിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ, ഒരു മെജോറിറ്റി ആളുകൾ, എല്ലാവരും അല്ല. അപ്പോൾ ഈ ഹെൽമെറ്റ് വെക്കാതെ ഹെഡ് ഇഞ്ചുറീസ് വരുന്നത് അത് തടയാൻ ആസ് ന്യൂറോ സർജൻസ് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒരു ഏതെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഒരു സ്റ്റോറിയോ അങ്ങനെ എന്തെങ്കിലും? ഏതൊരു മോട്ടോർ വെഹിക്കിൾ ആക്സിഡൻറ്റിലും അതൊരു മൾട്ടി ഫാക്ടോറിയൽ ഇൻസിഡൻ്റ് ആണ്. ഒറ്റ ഫാക്ടർ മാത്രമല്ല. ഓടിക്കുന്ന ആളുടെ ബോധം, വെദർ ഹി വാസ് ഡ്രങ്കൺ, അതുപോലെ തന്നെ അവൻ്റെ ഏജ്, യൂസ് ചെയ്യുന്ന ബൈക്ക്, അതിൻ്റെ വെലോസിറ്റി, സ്പീഡ്, അതുപോലെ തന്നെ റോഡിൻ്റെ കണ്ടീഷൻ, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. എപ്പോഴും ഒരു ഇഞ്ചുറി വന്ന് അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് ഇഞ്ചുറി എങ്ങനെയാണ് കൊളൈഡ് ചെയ്യുന്നത്, ഒരു സ്റ്റാറ്റിക്സ് ഒരു മെറ്റീരിയലോടാണ് കൊളൈഡ് ചെയ്യുന്നത്, അത് മൂവ് ചെയ്തുകൊണ്ടാണോ, ഹെഡ് ഓൺ ആണോ, അതെല്ലാം ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം വെദർ ഹി വാസ് വിയറിങ് എ ഹെൽമെറ്റ് ഓർ നോട്ട് എന്നുള്ളത്. ഈ ഹെൽമെറ്റ് തലയിൽ വെക്കുന്നതുകൊണ്ട് നല്ലൊരു ശതമാനം തലയ്ക്കുണ്ടാകുന്ന പരിക്കുകളും ഡെഫിനറ്റ്ലി അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ഫുൾ ഫേസും കൂടെ കവേർഡ് ആണെങ്കിൽ ഫേസിനും കൂടെ നല്ല പ്രൊട്ടക്ഷൻ കിട്ടും. നമ്മുടെ ഇപ്പം ഗവൺമെൻറ് കണക്കെല്ലാം പ്രകാരം ആക്ച്വലി ഈ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിൽ ഈ ബൈക്കുകൾ കാരണം ഉണ്ടാകുന്ന ഇഞ്ചുറീസ്, അത് ഈ ഹെൽമെറ്റ് ഇത്രയും അത് സ്ട്രിക്റ്റ് ആക്കിയത് കൊണ്ടാണ് കാരണം ഉണ്ടാകുന്ന മരണം നേരത്തേക്കാളും ഇപ്പോൾ ഒത്തിരി കുറവാണ്. ഡെഫിനറ്റ്ലി അത് കുറവ് തന്നെയാണ്. പക്ഷേങ്കിൽ ഇത് പലപ്പോഴും ബാക്കി ഫാക്ടറുകൾ, ഇപ്പോൾ ഇതുപോലെ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിംഗ് അല്ലെങ്കിൽ ഇപ്പോൾ വെരി ഹൈ വെലോസിറ്റി ഇഞ്ചുറി, ഇവർക്ക് അതല്ലാതെ തന്നെ അസോസിയേറ്റഡ് ഇഞ്ചുറീസ് ഒത്തിരി വരും. ഉദാഹരണമായിട്ട് സ്പൈൻ ഇഞ്ചുറി വരാം. സ്പൈൻ ഇഞ്ചുറി നമ്മൾ ഹെൽമെറ്റ് വെച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ നട്ടലിന് പരിക്ക് വരാതിരിക്കത്തില്ല.
വലിയൊരു ഒരു വെലോസിറ്റി വരുന്ന ഒരു ബൈക്കോ അല്ലെങ്കിൽ ഒരു സ്കൂട്ടറോ വേറൊരു സ്റ്റാറ്റിക് ഒബ്ജക്റ്റുമായിട്ട് ഇടിക്കുകയോ അല്ലെങ്കിൽ ഒരു ഹെഡ് ഓൺ കൊളീഷൻ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു ആക്സിലറേഷൻ ഡീസിലറേഷൻ ഇഫക്റ്റ് കാരണം എന്തായാലും അവരുടെ നട്ടലിന് പരിക്കും, അതുപോലെ തന്നെ കൈകാലിന്, അതുപോലെ തന്നെ പെർമനൻ്റായിട്ട് തന്നെ ബലക്കുറവും എല്ലാം വരാവുന്നതാണ്. ഹെൽമെറ്റ് ഒരു ഫാക്ടർ മാത്രമാണ് ഇത് ചെയ്യുന്നത്. പിന്നെ സ്ട്രിക്റ്റ് നമുക്കെല്ലാം അറിയാമല്ലോ, റോഡ് സെൻസ് അതുപോലെ തന്നെ ട്രാഫിക് റൂൾസ് എല്ലാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഫോളോ ചെയ്യണം. കാരണം പലപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ പണ്ടത്തതുപോലെയല്ല, ഇപ്പോൾ ഇറങ്ങുന്ന ബൈക്കിനെല്ലാം വളരെ ഹൈ വെലോസിറ്റി അവർക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി അധികം സമയമൊന്നും വേണ്ട. പക്ഷേ പലപ്പോഴും ആ ഒരു വെലോസിറ്റിയിൽ ഇതിനോടുള്ള കൺട്രോളും അതും എല്ലാം വളരെ മോശം. എസ്പെഷ്യലി പലയിടത്തും നമ്മുടെ റോഡിൻ്റെ കണ്ടീഷൻ, അതുപോലെ തന്നെ റെയിനി സീസണൊക്കെ ആണെങ്കിൽ റോഡ് വളരെ വെറ്റായിരിക്കും, സ്ലിപ്പറി ആയിരിക്കും. ഇങ്ങനെ എല്ലാ ഇതും ഒരു കൺഫൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ വരുന്നത്, പ്രത്യേകിച്ച് പ്രായം കുറവും കൂടെ ആയതുകൊണ്ട് അത് കാരണം ഉണ്ടാകുന്ന സോഷ്യൽ ഇമ്പാക്റ്റ്, ഫാമിലിയിൽ ഉണ്ടാകുന്ന ഇമ്പാക്റ്റും എല്ലാം ഇറ്റ് വിൽ ബി വെരി സിവിയർ. ഹെൽമെറ്റ് ഈ പില്യൺ റൈഡേഴ്സിനോട് നിർബന്ധമാക്കി. പിന്നെ നമ്മൾ ഹെഡ് ഇഞ്ചറി ഒരു 9:1 8:1 ആണ് മെയിൽ ഫീമെയിൽ റേഷ്യോ. 8 ആണുങ്ങൾ വരുവാണെങ്കിൽ 2 ഫീമെയിൽസൊക്കെ ഹെഡ് ഇഞ്ചറി ആ ഒരു റേഞ്ചിലേ വരുന്നുള്ളൂ. കൂടുതലും വരുന്നത് 2 വീലർ ആൾക്കാരാണ്, പിന്നെ കൗമാരപ്രായക്കാർ, യങ് അഡൽസ്. പക്ഷേ ഹെഡ് ഇഞ്ചറിയിൽ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏജ് ഡിഫറൻസ് ഇല്ല കേട്ടോ. ഹെഡ് ഇഞ്ചറി കൂടുതൽ വരുന്നത് കൂടുതൽ വണ്ടി ഓടിക്കുന്നതായിട്ടുള്ള കൗമാരപ്രായക്കാരും യങ് അഡൽസും ആണെന്നുള്ളൂ. ഹെഡ് ഇഞ്ചറി 80 വയസ്സുള്ളവരിലും ഒക്കെ വരുന്നുണ്ട്. കാരണം വണ്ടി ഓടിച്ചു തന്നെയുള്ള, അല്ലാതുള്ളതല്ല ഹെഡ് ഇഞ്ചറി വരില്ല. കാരണം ഇവർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള റിഫ്ലക്സ് കുറയും ഒരു ഏജ് കഴിയുമ്പോഴത്തേക്കും. ഞാൻ എൻ്റെ അടുത്ത് വരുന്ന ഒപ്പിൽ വരുന്ന ഒരു തവണ അപകടത്തിൽ വരുന്ന 70 വയസ്സിലുള്ള എല്ലാ വ്യക്തികളോടും പറയും ഇനി വണ്ടി ഓടിക്കരുതെന്ന് പറയും, ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതല്ല, ഈ ഫീമെയിൽസിലുള്ള ഹെഡ് ഇഞ്ചറി കുറഞ്ഞു ഈ പില്യൺ റൈഡേഴ്സിന് ഹെൽമെറ്റ് വെക്കാൻ പോകുന്നത്. കാരണം ഇവർ പുറകോട്ടൊക്കെ വീഴുന്നത്, സാരി കുടുങ്ങി അല്ലാതുള്ള വീഴ്ച, അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട്, ഡെഫിനറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുറകിലിരിക്കുന്നവർ വണ്ടിയുടെ പിന്നിലിരിക്കുന്നവർ ഹെൽമെറ്റ് വെക്കണം എന്ന് പറയുന്നത്